നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തങ്ങൾ എന്തിനാണ് കൂട്ടക്കൊല ചെയ്യപ്പെടുന്നതെന്നും ആട്ടിപ്പായിക്കപ്പെടുന്നതെന്നും പട്ടിണിക്കിട്ട് കൊല്ലപ്പെടുത്തുന്നതെന്നും സുഡാനിലെ കുട്ടികൾക്കോ സ്ത്രീകൾക്കോ അറിയില്ല. അവർ കാണുന്നത് സ്വന്തം വർഗ്ഗക്കാർ തന്നെ തോക്കും ബോംബും യുദ്ധ ടാങ്കുകളുമായി തട്ടഹസിച്ചു വരുന്നതും കൊന്നു തള്ളുന്നതും വീടുകൾ കത്തിച്ചാമ്പലാക്കുന്നതുമാണ്. സ്വന്തം കൂട്ടരെ അവർ തന്നെ കൊന്നൊടുക്കുന്നുവെന്നാണ് പുറംലോകത്തിന്റെയും ഭാഷ്യം. എന്നാൽ ആയുധങ്ങൾ കയ്യിലേന്തുന്നവർക്കുള്ള വഴികൾ നിർണിതമാണ്. അവർ ബാഹ്യശത്രുവിന് വേണ്ടി കൃത്യമായി പണിയെടുക്കുന്നുവെന്ന സൂചനയാണ് പുതിയ റിപ്പോർട്ടുകളിലൂടെ പുറത്തുവരുന്നത്. രാജ്യം ഇപ്പോൾ സുഡാൻ സൈന്യമായ SAF നിയന്ത്രിക്കുന്ന കിഴക്കും വിമത സൈന്യമായ RSF നിയന്ത്രിക്കുന്ന പടിഞ്ഞാറുമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. പടിഞ്ഞാറൻ സുഡാനിലെ ഒരു പ്രധാന സംസ്ഥാനമാണ് ദാർഫുർ. ദാർഫുറിന്റെ തലസ്ഥാനമായ എൽ ഫാഷർ നഗരം വിമത സൈന്യമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് അതായത് RSF പിടിച്ചെടുത്തതിനു ശേഷമാണ് ആയിരക്കണക്കിന് ആളുകൾ കൂട്ടക്കൊലയ്ക്കിരയാക്കപ്പെടുന്നുവെന്ന ഭയാനകമായ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇപ്പോൾ X അക്കൗണ്ടിലൊക്കെ തന്നെ സുഡാൻ എന്ന് വെറുതെ ടൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്നത് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർക്കെതിരെ അതിക്രൂരമായി പെരുമാറുക, ആളുകളെ വെടിവെച്ച് കൊല്ലുക, കുഞ്ഞുങ്ങളെയും അമ്മയും ഒക്കെ തന്നെ ഒരേ കയറിൽ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തുന്നു. ഈ വളരെ ഭയാനകവും അതുപോലെ തന്നെ നമുക്കൊക്കെ തന്നെ നമ്മുടെയൊക്കെ നെഞ്ചെ വിറങ്ങലിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് സുഡാനിൽ നിന്ന് പുറത്തു വരുന്നത്. സുഡാനിലെ ഈ പറഞ്ഞ എൽ ഫാഷർ നഗരം പിടിച്ചെടുക്കുന്നതിനെയാണ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് RSF ഇത്തരത്തിലുള്ള കൊടിയ ക്രൂരതകൾ അവിടെ കാണിച്ചു കൂട്ടുന്നത്. പുരുഷന്മാരെ മാറ്റി നിർത്തി വെടിയുതിർത്ത RSF സ്ത്രീകളെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുന്നു. നഗരം വിട്ട് പലായനം ചെയ്യുന്നവരുടെ സാക്ഷിമൊഴികളിലാണ് ഞെട്ടിക്കുന്ന വിവരമുള്ളത്. തെരുവുകളിൽ നിറയെ ശവശരീരങ്ങളാണെന്നും അവർ പറയുന്നു. കൊടിയ യുദ്ധക്കുറ്റമാണ് RSF ചെയ്യുന്നതെന്നും ഈജിപ്തിലെ സുഡാൻ അംബാസഡർ ഇമാദൽദിൻ മുസ്തഫ അദാവി പറഞ്ഞു. സുഡാനിലെ സ്ഥിതി ഭയാനകമാണെന്ന് റെഡ് ക്രോസ് പ്രസിഡന്റ് മിർജാന സ്പോൽജാറിക്കും പറഞ്ഞു. എൽ ഫാഷറിൽ നിന്ന് 10,000 പലായനം ചെയ്തു. ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ സൈന്യവും RSFും തമ്മിൽ രൂക്ഷമായ പോരാട്ടം നടക്കുകയാണ്. സുഡാനിലെ എൽ ഫാഷർ നഗരം അർദ്ധസൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് പിടിച്ചെടുത്തതോടെ അതിക്രൂരതകളാണ് അരങ്ങേറുന്നത്. RSF കൊല്ലുന്നവരുടെ വീഡിയോ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. കൂട്ടബലാത്സംഗങ്ങൾ വ്യാപകമാണ്. ആളുകളെ ഇവർ ക്രൂരമായി കൊന്നു തള്ളുന്നതിന്റെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാണ്. ഈ ദൃശ്യങ്ങളിൽ അക്രമികൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആളുകളെ മെഷീൻ ഗൺ ഉപയോഗിച്ച് കൊന്നു തള്ളുന്നതായും കാണാം. ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട നഗരത്തിൽ ഭക്ഷണവും വെള്ളവുമില്ലാതെ 10,000 ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. 18 മാസത്തെ ഉപരോധം, ബോംബാക്രമണം, പട്ടിണി എന്നിവയ്ക്ക് ശേഷം ഒക്ടോബർ 26 അർദ്ധസൈനികരായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എൽ ഫാഷറിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. സുഡാനിലെ പടിഞ്ഞാറൻ ഡാർഫർ മേഖലയിലെ സൈന്യത്തിന്റെ അവസാന ശക്തി കേന്ദ്രവും ഇവർ തകർത്തു. ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നതും കൊള്ളയടിക്കുന്നതും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതുമെല്ലാം ഇവിടെ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. സുഡാനിലെ സംഭവ വികാസങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ തോതിലുള്ള എതിർപ്പാണ് ഉയരുന്നത്. മറ്റൊരു വീഡിയോയിൽ ഒരു വിമത പോരാളി പരസ്യമായി ഒരാളെ വെടിവെച്ചു കൊല്ലുന്നതും കാണാം. കൊല്ലപ്പെടുന്ന വ്യക്തി വെടിയേൽക്കുന്നതിന് മുമ്പ് താൻ കീഴടങ്ങിയതായി ആംഗ്യം കാണിക്കുന്നുണ്ട്. ഇയാളെ കൊന്ന വ്യക്തി തുടർന്ന് ഒരു സഹപ്രവർത്തകനുമായി പുഞ്ചിരിച്ചുകൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷന്റെ കണക്കനുസരിച്ച് ഒക്ടോബർ 26 മുതൽ 70,000-ലധികം ആളുകൾ അൽ ഫാഷറിൽ നിന്ന് പലായനം ചെയ്തിട്ടുണ്ട്. നഗരത്തിൽ ഇപ്പോഴും 2 ലക്ഷത്തോളം പേർ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. RSFന്റെ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 100 കണക്കിനായിരിക്കാമെന്നാണ് ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കുന്നത്. എന്നാൽ 2,000-ലധികം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് പറയപ്പെടുന്നത്. 2023 ഏപ്രിൽ പകുതിയോടെയാണ് സുഡാനീസ് സായുധ സേനയും വിമതരും തമ്മിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. മറ്റൊരു വീഡിയോയിൽ നിലത്ത് ഇഴഞ്ഞു നടക്കുന്ന ഒരാളെ വെടിവെക്കുന്നതായും കാണാം. ഇവിടെ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമാണ്. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം 2023 ഏപ്രിൽ മുതൽ 40,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ചില സംഘടനകൾ പറയുന്നത് യഥാർത്ഥ സംഖ്യ 1,50,000 വരെ ആകാം എന്നാണ്. വിമതരുടെ നേതാവായ അബു ലുലുവിനെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. താൻ ആയിരങ്ങളെ കൊന്നതായി ഇയാൾ ടിക്ടോക്ക് വീഡിയോയിലൂടെ അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് പിടിയിലായത്. ഭക്ഷണത്തിന് വകയില്ലാത്ത ഇവർക്ക് എവിടെ നിന്നാണ് യന്ത്രത്തോക്കുകളും ആവശ്യത്തിന് ബുള്ളറ്റുകളും ലഭിക്കുന്നത് എന്ന് ചോദിക്കാൻ കെൽപ്പുള്ള ഒരു നേതാവും ഇന്ന് ലോകത്തിലില്ല.
ഇത്തരം ആയുധങ്ങൾ തീവ്രവാദികളുടെ കയ്യിലെത്തിയാൽ അതിന്റെ നിർമ്മാതാക്കൾ ഉത്തരവാദികളാകുന്ന നിയമം UN പോലുള്ള കൂട്ടായ്മകൾ ഉണ്ടാക്കണം. ആരാണ് ഇതിന്റെയൊക്കെ പിന്നിലെന്ന് എല്ലാവർക്കും അറിയാം. അതാണ് കൂട്ടക്കൊലയ്ക്ക് മുന്നിൽ ലോകരാജ്യങ്ങൾ മൗനം പാലിക്കുന്നത്. എന്താണ് സുഡാനിൽ സംഭവിക്കുന്നത്? സുഡാൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ സുഡാൻ സൈന്യമായ SAF നിയന്ത്രിക്കുന്ന കിഴക്കും വിമതസേനയായ RSF നിയന്ത്രിക്കുന്ന പടിഞ്ഞാറുമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. പടിഞ്ഞാറൻ സുഡാനിലെ ഒരു പ്രധാന സംസ്ഥാനമാണ് ദാർഫൂർ. ദാർഫൂറിന്റെ തലസ്ഥാനമായ എൽ ഫാഷർ നഗരം വിമത സൈന്യമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് പിടിച്ചെടുത്തതിന് ശേഷം ആയിരക്കണക്കിന് ആളുകൾ കൂട്ടക്കൊലയ്ക്ക് ഇരയാക്കപ്പെടുന്നുവെന്ന ഭയാനകമായ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 2 വർഷത്തോളം നീണ്ട RSFന്റെ ഉപരോധത്തിന് ശേഷം ഒക്ടോബർ 26-ന് എൽ ഫാഷർ അവരുടെ കൈകളിലായി. തുടർന്ന് വിമത സൈന്യം അതിനകത്ത് കുടുങ്ങിയ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണവും അവശ്യ വസ്തുക്കളും എത്തിക്കുന്നത് വഴികൾ അടച്ചു. ഇത് കഠിനമായ പട്ടിണിയും മരണങ്ങളും കൂട്ടക്കൊലകളും സംബന്ധിച്ച് ആശങ്കയേറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ 2.5 വർഷമായി ആഭ്യന്തര യുദ്ധത്തിൽ വലയുകയാണ് ആഫ്രിക്കൻ രാജ്യമായ സുഡാൻ. ഇക്കാലയളവിൽ 40,000-ഓളം പേർ കൊല്ലപ്പെടുകയും 1.2 കോടിയിലധികം ആളുകൾ സ്വന്തം സ്ഥലങ്ങളിൽ നിന്ന് കുടിയിറക്കപ്പെടുകയും ചെയ്തു എന്നാണ് UN കണക്ക്. 12 ലക്ഷത്തോളം സുഡാനികൾ താമസിക്കുന്ന എൽ ഫാഷർ നഗരത്തെ 18 മാസമായി ഉപരോധിച്ചു വരികയാണ് വിമത സായുധ സേനയായ RSF. 56 കിലോമീറ്റർ ദൂരപരിധിയിൽ തടസ്സങ്ങൾ തീർത്ത് ഭക്ഷണത്തിന്റെയും മരുന്നിന്റെയും പ്രവേശനം തടയുകയും രക്ഷപ്പെടാനുള്ള വഴികൾ അടയ്ക്കുകയും ചെയ്തു. അവർ 2 ദിവസത്തിനുള്ളിൽ 26,000-ലധികം ആളുകളാണ് എൽ ഫാഷറിൽ നിന്ന് പലായനം ചെയ്തത്. അവരിൽ ഭൂരിഭാഗവും കാൽനടയായി 70 കിലോമീറ്റർ പടിഞ്ഞാറുള്ള തവിലയിലേക്കാണ് പോയത്. തവിലയാവട്ടെ അഭയാർത്ഥികളെ താങ്ങാനാവാതെ നിറഞ്ഞു കവിയുകയാണ്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷന്റെ കണക്ക് പ്രകാരം 1,77,000 സിവിലിയന്മാർ നിലവിൽ എൽ ഫാഷറിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. 12 ലക്ഷത്തോളം സുഡാനികൾ താമസിക്കുന്ന എൽ ഫാഷർ നഗരത്തെ 18 മാസമായി ഉപരോധിച്ചു വരികയാണ് വിമത സായുധ സേനയായ RSF. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ അതിക്രൂരമായിട്ടുള്ള ആക്രമണമാണ് അവിടെ അഴിച്ചുവിടുന്നത്. എൽ ഫാഷർ നഗരത്തിൽ നിന്ന് രാജ്യത്തെ സൈന്യം പിൻവാങ്ങിയതോടെ എല്ലാ പ്രധാന നഗര കേന്ദ്രങ്ങളുടെയും നിയന്ത്രണം ഇപ്പോൾ RSFന് ലഭിച്ചു. സുഡാനിലെ ഒരു അർദ്ധ സൈനിക സേനയാണ് RSF. 2013-ലാണ് RSF രൂപീകരിക്കുന്നത്. ദർഫൂർ പ്രവിശ്യയിലെ കലാപങ്ങളെ നേരിടാനായി സുഡാൻ സർക്കാരാണ് RSFന് രൂപം കൊടുത്തത്. ജാൻജാവീദ് എന്നറിയപ്പെട്ടിരുന്ന മിലിഷ്യകളിൽ നിന്നാണ് RSF പ്രധാനമായി രൂപപ്പെട്ടത്. 2000-കളിൽ നടന്ന കൊലപാതകങ്ങൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും ജാൻജാവീദുകൾ ഉത്തരവാദികളാണെന്ന ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. RSFന്റെ കമാൻഡർ ജനറൽ മുഹമ്മദ് ഹംദാൻ ദഗലോ പൊതുവെ ഹെംദത്തി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആദ്യം സർക്കാർ അനുകൂലമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിലും പിന്നീട് സുഡാൻ സായുധ സേനയുമായുള്ള അധികാര പോരാട്ടത്തിലേക്ക് RSF നീങ്ങി. അവർക്ക് വൻ ആയുധ ശക്തിയും സാമ്പത്തിക വിഭവങ്ങളുമുണ്ട്. കൂടാതെ സ്വർണ്ണ ഖനന മേഖലകളിലും വാണിജ്യ ഇടപാടുകളിലും വലിയ സ്വാധീനവുമുണ്ട്. 2023 ഏപ്രിലിൽ ആരംഭിച്ച ആഭ്യന്തര യുദ്ധത്തിൽ RSF സുഡാൻ സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്യുകയാണ്. ഇപ്പോൾ ദർഫൂരിലെ പ്രധാന നഗരങ്ങളിലെല്ലാം ഇവർക്ക് നിയന്ത്രണമുണ്ട്. ആര് രാജ്യത്തെ നയിക്കും എന്നതിനെ ചൊല്ലി ഇരു കൂട്ടരും തമ്മിൽ സംഘർഷം വളർന്നു. ഇത് 2023 ഏപ്രിൽ 15-ന് ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായി. സംഘർഷത്തിൽ ഇരുവിഭാഗവും അതിക്രമങ്ങൾ നടത്തിയതായി മനുഷ്യാവകാശ സംഘടനകളും ആരംഭിച്ചു. എന്നാൽ RSF പിടിച്ചെടുക്കുന്ന ഏത് സ്ഥലത്തും കൂടുതൽ കൂട്ടക്കൊലകൾ നടക്കാൻ സാധ്യതയുണ്ടെന്നും വിശകലന വിദഗ്ധർ പറയുന്നു. RSFും സേനയും അതിനോടൊപ്പം പ്രവർത്തിക്കുന്ന അറബ് മിലിഷ്യകളും ചേർന്ന് ദർഫൂറിനെ അറബ് നിയന്ത്രിത മേഖലയായി മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നുവെന്നാണ് ദർഫൂർ സ്വദേശികൾ വിശ്വസിക്കുന്നത്. UN-ന്റെ അന്വേഷണത്തിൽ RSFും സുഡാൻ സായുധ സേനയും യുദ്ധക്കുറ്റങ്ങൾ നടത്തിയതായും കണ്ടെത്തി. അമേരിക്ക 2025 ജനുവരിയിൽ RSFും അതിനോടൊപ്പം പ്രവർത്തിച്ച മിലിഷ്യകളും വംശഹത്യ നടത്തിയതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു.